പുതിയ SCERT ബേസ് ചെയ്തിട്ട് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുതിയ ബയോളജിയിൽ നിന്ന് വന്ന 2 ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യുഫോട്ടിക് മേഖല, 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. ഇത് 3മാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അത് നമ്മുടെ പുതിയ SCERTയിൽ 9ാം ക്ലാസ് ബയോളജിയിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഇതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്: ഭൂമിയുടെ 4/3 ഭാഗവും സമുദ്രമാണ്. ലക്ഷക്കണക്കിന് ജീവജാതികളും നിരവധി ആവാസങ്ങളും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇവിടെ തൊട്ട് നമ്മൾ പഠിക്കാനുള്ളത് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യുഫോട്ടിക് മേഖല. ഉപരിതലം മുതൽ 200 മീറ്റർ, അതായത് സർഫസ് മുതൽ 200 മീറ്റർ വരെ എന്താണ് യുഫോട്ടിക് മേഖല. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ ഈ മേഖലയിൽ കാണപ്പെടുന്നു. അപ്പോൾ 200 മീറ്റർ വരെയുള്ള ഭാഗത്തെ നമ്മൾ യുഫോട്ടിക് മേഖല എന്ന് പറയുന്നു. അത് മാത്രമല്ല, അവിടെ ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ ആ മേഖലയിൽ ജീവിക്കുന്നു. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ ഡിസ്ഫോട്ടിക് മേഖല, അതായത് 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ താഴത്തോട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. 200 മുതൽ 1000 മീറ്റർ വരെയാണ് ഡിസ്ഫോട്ടിക് മേഖല എന്നറിയപ്പെടുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും, താഴോട്ട് പോകുന്തോറും സൂര്യപ്രകാശ ലഭ്യത കുറയത്തില്ലേ. അപ്പോൾ ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമാണെങ്കിലും സസ്യകേന്ദ്രീകൃത ജീവജാലികയാണ്, വെബ് ഓഫ് ലൈഫ് ഇവിടെയും കാണപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ഈ പറയുന്ന സസ്യകേന്ദ്രീകൃതമായ ജീവജാലിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലാന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന, അതായത് നമ്മുടെ ഈ പ്ലാന്റ്സിൽ നിന്നും ഓക്സിജനും മറ്റും ലഭിക്കുന്ന ഒരു വെബ് ഓഫ് ലൈഫ് ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. 1000 മീറ്ററിന് താഴെ എഫയോട്ടിക് മേഖല, 1000 മീറ്ററിന് താഴെയാണ് എഫയോട്ടിക് മേഖല. ഇവിടെ ലഭ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതായത് പിള്ളേരെ 200 മീറ്റർ മുതൽ ഉപരിതലം മുതൽ 200 മീറ്റർ വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ യുഫോട്ടിക് മേഖല എന്ന് പറയുന്നത് കേട്ടോ. അതായത് 200 മീറ്റർ വരെയുള്ള ഭാഗത്തെ എഫയോട്ടിക് മേഖല എന്ന് പറയുന്നു. ഈ മേഖലയിൽ ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഒരുപാട് ജീവജാലങ്ങൾ ഈ മേഖലയിൽ ജീവിക്കുന്നു. 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ ഡിസ്ഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമാണെങ്കിലും സസ്യങ്ങൾ ധാരാളം കാണപ്പെടുന്നു. സസ്യകേന്ദ്രീകൃതമായ ഒരു ജീവജാലിക ഈ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. 1000 മീറ്ററിന് താഴെയോട്ടാണ് എഫയോട്ടിക് മേഖല എന്ന് പറയുന്നത്. ഏറ്റവും ആഴത്തിലാണ് എഫയോട്ടിക് മേഖല. ആഴത്തിൽ എഫയോട്ടിക് മേഖല എന്ന് ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ. ആഴത്തിൽ എഫയോട്ടിക് മേഖല. അപ്പോൾ ഏറ്റവും ആഴെയാണ് എഫയോട്ടിക് മേഖല വരുന്നത്. ഇവിടെ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവാണ്. എന്നാലും അവിടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അത് മാത്രമല്ല, ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ഈ ഒരു മേഖലയിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത്, മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. രാസസംശ്ലേഷണം, അതായത് കീമോസിന്തസിസ് നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും, എഫയോട്ടിക് മേഖലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും: മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫയോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. എഫയോട്ടിക് മേഖലയിൽ രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകൾ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് ഇത് നന്നായി പഠിച്ചിരിക്കുക. 2050 ആകുമ്പോഴേക്കും സമുദ്രത്തിലെ മത്സ്യസമ്പത്തിൻ്റെ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാരം പിന്തള്ളുമെന്ന UNAയുടെ പ്രവചനം ഞെട്ടലുളവാക്കുന്നതാണ്. ജസ്റ്റ് ഓർത്തിരിക്കുക പറഞ്ഞിരിക്കുന്ന പോയിന്റ്. അപ്പം ഇവിടെ പറയുന്ന യുഫോട്ടിക് മേഖല 200 മീറ്റർ വരെ, 200 മുതൽ 1000 മീറ്റർ വരെ ഡിസ്ഫോട്ടിക് മേഖല, ഇനി 1000 മീറ്ററിന് താഴെയുള്ളത് എഫോട്ടിക് മേഖല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്കപ്പം ചോദ്യത്തിലേക്ക് വരാം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യുഫോട്ടിക് മേഖല ശരിയാണ്. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, അത് തെറ്റാണ്. നമ്മൾ പഠിച്ചു, 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ ഡിസ്ഫോട്ടിക് മേഖലയാണ്. 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് തെറ്റാണ്, എഫോട്ടിക് മേഖലയാണ്. അപ്പം 2, 3 തെറ്റ്, 1 മാത്രം ശരിയെന്നാണ്. അപ്പം നല്ലൊരു നിലവാരമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ അത്? ഓക്കെ, അപ്പം
ഈ ക്വസ്റ്റ്യനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, പോവാം. പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല, ഡെൻഡൈൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം, പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജകകല. അപ്പൊ ഈ ചോദ്യവും വന്നിരിക്കുന്നത് 9ാം ക്ലാസ് CRT സയൻസിൽ നിന്നാണ്, ബയോളജിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, പല്ലിന്റെ വിവിധ ഭാഗങ്ങൾ കാണാൻ കഴിയും. ഏറ്റവും മുകളിൽ ഇതാ ഇവിടെ ദന്തമകുടം കാണിച്ചിട്ടുണ്ട്, അതിനുശേഷം ദന്തഗളം, ദന്തമൂലം. ഓക്കെ, അതിൽ ഏറ്റവും പുറമേ നമ്മൾ ഈ വെള്ള കളറിൽ കാണുന്ന ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതെന്ന് കേട്ടാൽ അത് ഇനാമലാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമലാണ്. പല്ലിന്റെ പുറം കവചം, അതായത് നമ്മൾ പല്ലിൽ വെളിയിൽ കാണുന്ന ആ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ഇനാമൽ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, നിർജീവം, ഇതിന് ജീവനില്ല. അതുകൊണ്ടാണ് നമുക്ക് ആഹാരം കഴിക്കുമ്പോഴും വസ്തുക്കൾ കടിക്കുന്ന സമയത്ത് നമുക്ക് വേദന അനുഭവപ്പെടാത്തത്, ഈ ഒരു ഭാഗത്തിന് ജീവനില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇനാമൽ മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം, പല്ലിന്റെ പുറം കവചം, നിർജീവം. അടുത്ത ഡെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റേൻ എന്ന് പറയുന്നത്. പൾപ്പ് ക്യാവിറ്റി, ഡെന്റേൻ കൂടെ കാണാൻ കഴിയുന്ന ഈ കാണുന്നതാണ് ഡെന്റേൻ കേട്ടോ. അതായത് നമ്മുടെ ഇനാമൽ ഇത് അതിന്റെ തൊട്ടകത്തായിട്ട് ഡെന്റേൻ കാണുന്നുണ്ട്. അടുത്ത് പൾപ്പ് ക്യാവിറ്റി നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ഈ വെയിൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, വെയിൻസ് ആർട്ടറീസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, പൾപ്പെന്ന മൃദുവായ യോജകകല കാണപ്പെടുന്നു. അപ്പോൾ പൾപ്പെന്ന മൃദുവായ യോജകകല ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ പൾപ്പ് കാവിറ്റി എന്ന് വിളിക്കുന്നത്. രക്തക്കുഴലുകൾ, നാഡികൾ, ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. അതായത് നമ്മുടെ പല്ലിൽ കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളാണ് ഓഡന്റോബ്ലാസ്റ്റ് സെൽസ്. അപ്പോൾ ഈ ഓഡന്റോബ്ലാസ്റ്റ് സെൽസ് ഒക്കെ കാണപ്പെടുന്നത് എവിടെ നിന്നിട്ടാൽ പൾപ്പ് ക്യാവിറ്റിയിലാണ്. അടുത്ത് സിമന്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകകലയാണ് ഏത്? സിമന്റം. അപ്പോൾ ഇനാമൽ മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം, പല്ലിന്റെ പുറം കവചം, നിർജീവം. അത് ഡെന്റൈൻ പല്ല് നിർമ്മിച്ചിട്ടുള്ള ജീവനുള്ള കല. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, പൾപ്പെന്ന മൃദുവായ യോജകകല കാണപ്പെടുന്നു. രക്തക്കുഴലുകൾ, നാഡികൾ, ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകകലയാണ് ഏത് കുട്ടികളെ? സിമന്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല തെറ്റാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റൈൻ ആണ്. അടുത്ത ഡെന്റൈൻ മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം, അതും തെറ്റാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമലാണ്. അപ്പം ഇത് തിരിച്ചാണ് വരേണ്ടത് അല്ലേ? ഇങ്ങനെയാണ് വരേണ്ടത്. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, ശരിയാണ്. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജകകല, അതും ശരിയാണ്. അത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മളിപ്പം എന്തെങ്കിലും വസ്തുക്കൾ ഉറപ്പിക്കാനും മറ്റുമൊക്കെ അല്ലേ നമ്മൾ സിമന്റ് യൂസ് ചെയ്യുന്നത്. അപ്പം സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജകകല, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായ ജോഡികളാണ് ഓപ്ഷൻ ബി 3ഉം 4ഉമാണ് ശരി. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എളുപ്പമുള്ള കണ്ടന്റുമാണ്. നിങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ പല്ലിനെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിന് ലഭിക്കുന്നതാണ്. ആ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ SCRT ബേസ് ചെയ്തിട്ടൊന്ന് എടുക്കണം തോന്നിയുണ്ട്, ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് എടുത്തു. ഓക്കെ അല്ലേ? ശരി, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ലടാ, എനിക്ക് ഗ്ലാസ് വയ്ക്കാറായെന്ന് തോന്നുന്നേട്ടാ. അക്ഷരങ്ങൾക്ക് ഓടി